തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടെ ഒരു ഉത്തരവ് ഈ സമയത്ത് വാർത്തയായി വരുന്നുണ്ട്. അത് ഇ.പി. ജയരാജനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. വിമാനത്തിലുണ്ടായ പ്രതിഷേധം വിവാദമായത് നമുക്കറിയാം. ഇ.പി. ജയരാജനെതിരായിട്ടുള്ള കേസ് എഴുതി തള്ളാനാകില്ല എന്നാണ് കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട് ഇന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചു എന്നതാണ് ഇ.പി. ജയരാജനെതിരായ കേസ്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഇത് വളരെ പെട്ടെന്ന് ഇത് വളരെ ഗൗരവമുള്ളൊരു ഇടപെടലാണല്ലോ ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. ഇ.പി. ജയരാജനെതിരായിട്ടുള്ള അന്വേഷണം തുടരാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹാജിക്ക് ഈ വിമാനത്തിലെ പ്രതിഷേധം അത് വലിയ വിവാദമായ സംഭവമായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം യാത്ര ചെയ്തപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ഫർസീൻ മജീദ് അടക്കമുള്ള ആളുകൾ വിമാനത്തിൽ പ്രതിഷേധിച്ചത്. ഇവരെ ഇ.പി. ജയരാജൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതി. ഇതിൽ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പ്രതി ചേർത്തുള്ള കേസിൽ ഏവിയേഷൻ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നീക്കി വീണ്ടും കേസിന്റെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവരമായി പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇ.പി. ജയരാജനെതിരായിട്ടുള്ള കേസ് എഴുതി തള്ളാനാവില്ല എന്നുള്ള നിരീക്ഷണം ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്നത്. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട്, ശംഖുമുഖം പോലീസ് നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ കോടതി തള്ളിയിട്ടുണ്ട്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ആ റിപ്പോർട്ട്, പോലീസ് ഇ.പി. ജയരാജനെതിരെയുള്ള കേസ് ഒഴിവാക്കി നൽകിയ റിപ്പോർട്ട് തള്ളിയത്. മാത്രമല്ല യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചു എന്നുള്ള ആക്ഷേപത്തിൽ തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തണമെന്ന് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ നൽകാനും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. ജി.കെ. ഷഫീദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദമായ ഒന്നാണ് വിമാനയാത്രക്കിടെ മുഖ്യമന്ത്രിയെ തടയാൻ ശ്രമിച്ചു എന്ന കേസും പരാതിയും അതിനെ തുടർന്നുണ്ടായ കേസും. അന്ന് ഇടതുമുന്നണി കൺവീനറായിരുന്ന ഇ.പി. ജയരാജന് ഇൻഡിഗോ വിമാനത്തിൽ യാത്രാവിലക്കുണ്ടായിരുന്ന സംഭവങ്ങൾ ഉൾപ്പെടെയുണ്ട്. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസീൻ മജീദ്, നവീൻ കുമാർ എന്നിവരാണ് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച സംഭവം ഉണ്ടായത്. അതിൽ ഇ.പി. ജയരാജൻ ഈ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചു എന്നതാണല്ലോ കേസ്. ആ റിപ്പോർട്ട് പോലീസ് എഴുതി തള്ളിയിരുന്നു. അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ കോടതി വീണ്ടും പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയല്ലേ ഷഫീ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹാജിക്ക് ഉറപ്പായിട്ടും, അതായത് ഫർസീൻ മജീദ് അടക്കമുള്ള രണ്ടുപേർക്കെതിരെയാണ് ആദ്യം ശംഖുമുഖം പോലീസ് കേസെടുത്തത്. വിമാനത്തിനുള്ളിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആ കേസ്. ആ കേസിൽ അവിയേഷൻ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ ദിവസം കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർ റിപ്പോർട്ട്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത കേസായിരുന്നു ഇ.പി. ജയരാജൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിമാനത്തിനുള്ളിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത്. അന്ന് ഇ.പി. ജയരാജൻ ന്യായമായി പറഞ്ഞത് അതിവരെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി തടയുക മാത്രമാണ് ചെയ്തതെന്നൊക്കെയുള്ളതാണ്. പക്ഷേ ഇ.പി. ജയരാജന്റെ പെരുമാറ്റം പിന്നീട് ഇൻഡിഗോ വിമാനത്തിൽ അദ്ദേഹത്തിനുള്ള യാത്രാവിലക്കടക്കമുള്ള കാര്യങ്ങളായി പിന്നീട് വലിയ തരത്തിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഏറെക്കാലം ഇൻഡിഗോ വിമാനത്തിലെ യാത്ര ചെയ്യുന്നതടക്കം താൻ ഇനി ചെയ്യില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷേ ശംഖുമുഖം പോലീസ് ഈ കേസ്, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിലെടുത്ത കേസിൽ ഇ.പി. ജയരാജനെ അദ്ദേഹത്തെ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ആ ഘട്ടത്തിലാണ് പോലീസ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, അതിന് ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ തുടരന്വേഷണം നൽകാനും അതേപോലെ ഇ.പി. ജയരാജനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് അത് തള്ളുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇക്കാര്യത്തിൽ ഇനി വീണ്ടും ശംഖുമുഖം പോലീസ് അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. ഇനി പോലീസ് നടത്തുന്ന അന്വേഷണം ഈ വിഷയത്തിൽ നിർണായകമായി മാറും. കാരണം ഭരണമാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമുള്ള ഒരു അന്വേഷണം കൂടിയാണ് അത്. ഇ.പി. ജയരാജന് എങ്ങനെ ഭവിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ മാത്രം നമുക്കറിയാൻ കഴിയുന്ന കാര്യമാണ്. ജി.കെ. ഈ കേസിൽ ഷഫീദ് ഒരു പുനരന്വേഷണം എന്ന നിലയിലേക്ക് പോവുകയാണല്ലേ? ഉറപ്പായിട്ടും, കാരണം കോടതി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇ.പി. ജയരാജനെതിരായിട്ടുള്ള ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളത് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയിൽ, ആ പരാതിയുടെ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ അന്ന് പുറത്തു വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അതടക്കം മുഖവിലക്കെടുക്കണം എന്നിപ്പോൾ കോടതി നിർദ്ദേശിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ വിശദമായി വീണ്ടും ഒരു അന്വേഷണം നടത്തും. ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് വീണ്ടും ശംഖുമുഖം പോലീസിന് പരിശോധിക്കേണ്ടി വരും. അതായത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസുകാരുടെ പരാതി. ആ പരാതിയിൽ ഇനി ഇ.പി. ജയരാജന്റെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളും വരും ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഗോകുൽ. ഷഫീദ്, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ CPM-ഉം ഇ.പി. ജയരാജനും ആരോപിച്ചത് എന്താണോ കുറ്റം, അതായത് കയ്യേറ്റ ശ്രമം, അത് തിരിച്ച് ഇ.പി. ജയരാജനെതിരെ ആരോപണമായി വരികയാണ്. ആ ആരോപണം മുൻനിർത്തിയുള്ള അന്വേഷണം ഗോകുൽ ഉറപ്പായിട്ടും, കാരണം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശ്വാസമായി നേരത്തെ ഏവിയേഷൻ വകുപ്പ് ചുമത്തിയത് ഒഴിവാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജന് തലവേദനയായിക്കൊണ്ട് ഈ കേസിൽ തുടരന്വേഷണം വേണം, ഇ.പി. ജയരാജനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള നിരീക്ഷണം കോടതി നടത്തിയത്. ഗോകുൽ. ഇതിൽ ഇ.പി. ജയരാജനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ കേസ്. വിമാനത്തിലുണ്ടായ ആ സംഘർഷം, അല്ലെങ്കിൽ അന്ന് CPM-ഉം ഇ.പി. ജയരാജനും അടക്കം പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ആക്രമണ ശ്രമത്തെ ചെറുക്കുകയാണ്, പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ്. എന്നാൽ
ഇപ്പോൾ കോടതി EP ജയരാജന്റെ നടപടികളിൽ പരിശോധന വേണം എന്നത് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒരു പുനരന്വേഷണത്തിനുള്ള സാധ്യത തന്നെയാണ് അവിടെ തെളിയുന്നത്. ഷഫീദ്, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് പല നടപടികളും കണ്ടതാണ്. പല കേസുകളിലും മുമ്പുള്ള പല രക്ഷാപ്രവർത്തനത്തിലും പുനരന്വേഷണമൊക്കെ വരുന്നു. അത് ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ കാര്യത്തിലൊക്കെ. അതുപോലെ സമാനമായ മറ്റൊരു സംഭവമായിരുന്നു നേതാവിൻ്റെ തന്നെ ഭാഗത്തു നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിടുന്ന നിലയിലേക്ക് വിമാനത്തിൽ പോയത്. അന്ന് ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പോലീസും സർക്കാരും ആഭ്യന്തര വകുപ്പും ഒക്കെ ഈ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ നിന്ന് തന്നെയാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. ഉറപ്പായിട്ടും. കാരണം ഈ ഒരു ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ 2 മാസത്തെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട കോടതി നടപടികളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആശ്വാസമായ ഒരു സംഭവം ഉണ്ടായി. അത് ഈ ഏവിയേഷൻ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ അത് നീക്കുന്നതാണ്, അല്ലെങ്കിൽ അത് മാറ്റുന്നതാണ്. അത് ഈ സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷം അതുമായി ബന്ധപ്പെട്ട് അത് ഒഴിവാക്കിയിട്ടുള്ള റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ EP ജയരാജൻ ആക്രമിച്ചു എന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ അന്വേഷണം വേണം, അതിൽ EP ജയരാജന്റെ പങ്കടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആ വിഷയത്തിൽ കൂടുതൽ നടപടിയിലേക്ക് പോലീസിന് പോകേണ്ടി വരും. ശംഖുമുഖം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ EP ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം പുറത്തേക്ക് വന്നാണ്. ഇവരെ തടഞ്ഞു, മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരെ തടഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ അക്രമ സ്വഭാവത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ EP ജയരാജൻ തുടർ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്താനാണ് ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗോകുൽ, ഏതായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലായിരുന്നു EP ജയരാജന്റെ പ്രതിരോധമുണ്ടായത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത പരാതിയിൽ, കയ്യേറ്റ ശ്രമം എന്ന പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായിരുന്ന കേസ്, മുൻ സർക്കാർ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് അതിലെ ചില വകുപ്പുകൾ, വ്യോമയാന വകുപ്പുകൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകുകയും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. UDF സർക്കാർ വന്ന ശേഷമാണ് ആ വകുപ്പുകൾ, വ്യോമയാന വകുപ്പുകൾ ഒഴിവാക്കിയത്. 2022 ജൂൺ 13 സംഭവത്തിലാണ് ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായ മുതിർന്ന CPM നേതാവ് EP ജയരാജനെതിരെ അന്വേഷണത്തിന് കോടതിയുടെ നിർദ്ദേശം വരുന്നത്. സ്വാഭാവികമായും വിമാനത്തിലെ പ്രതിഷേധത്തെ പ്രതിരോധിച്ചു എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയാണ്, അല്ലെങ്കിൽ ആ പരാതിയിൽ ആണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഹർജിയിലാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഹർജിയിലാണ് ഇപ്പോൾ അന്വേഷണം വരുന്നത്. ഷഫീദ, ഇനി പഴയ വാദങ്ങളെല്ലാം തിരിച്ചടിക്കുകയാണ്, അല്ലെങ്കിൽ അന്ന് പ്രതിപക്ഷം ആരോപിച്ച, അല്ലെങ്കിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയമായി കൂടി ഇനി വിശദീകരിക്കേണ്ടി വരികയാണ് CPIM-നും EP ജയരാജനും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം നവകേരള സദസ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അന്ന് ആക്രമിക്കപ്പെട്ട ആളുകൾ, നമ്മൾ ആലപ്പുഴയിലെ സംഭവം നമുക്കറിയാം, ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് അന്ന് ലഘുവായി കണ്ട കേസുകൾ ഇപ്പോൾ ഈ CPM-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ CPM നേതാക്കളെ സംബന്ധിച്ച്, അന്നത്തെ സർക്കാരിനെ സംബന്ധിച്ചൊക്കെ തലവേദനയാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെ വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെടലടക്കമുള്ള കാര്യങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. CPM-ന് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് EP ജയരാജൻ. EP ജയരാജൻ അന്ന് ഈ ട്രെയിനിൽ നടന്ന സംഭവത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം മുഖ്യമന്ത്രിയുടെ സുരക്ഷ, അത് മുന്നിൽ കണ്ടുള്ള പ്രതിരോധം മാത്രമാണ് താൻ ഉയർത്തിയത് എന്നുള്ളതാണ്. പക്ഷേ അതങ്ങനെയല്ല. ഇൻഡിഗോ വിഷയത്തിൽ ഇൻഡിഗോ വളരെ ആഭ്യന്തരമായ അന്വേഷണം നടത്തുകയും അന്വേഷണത്തിന് പിന്നാലെ യാത്രാവിലക്കടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷെ അന്നും EP ജയരാജൻ ഇൻഡിഗോയിലെ യാത്ര അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് കൂടുതൽ വിശദീകരണം അടക്കം അദ്ദേഹം നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. കഴിഞ്ഞ സർക്കാരാണ് ഈ കേസ് അന്വേഷിച്ച EP ജയരാജന്റെ പങ്കില്ല എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടിലേക്ക് കണ്ടെത്തൽ എത്തിയത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു. മാത്രവുമല്ല, ഇപ്പോൾ കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അത് പൂർണ്ണ അർത്ഥത്തിൽ EP ജയരാജനെ ഒഴിവാക്കിയുള്ള പോലീസ് റിപ്പോർട്ട് അത് പൂർണ്ണമായും കോടതി തള്ളുന്നുണ്ട്. കൂടാതെ തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം കൂടി കോടതി പറയുമ്പോൾ സ്വാഭാവികമായും ശംഖുമുഖം പോലീസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ വളരെ വിശദമായ ഒരു തുടരന്വേഷണം നടത്തേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അന്നത്തെ യാത്രക്കാരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ വീണ്ടും രേഖപ്പെടുത്തുമെന്ന് എന്താണ് വിമാനത്തിൽ നടന്നതെന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസിനെ സംബന്ധിച്ച് നടത്തേണ്ടി വരും. അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ EP ജയരാജൻ അത് കൂടുതൽ തലവേദനയായി മാറുമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഗോകുൽ, ഷഫീദ്, മുമ്പ് സർക്കാരിന്റെ കാലത്തെ പല കേസുകളിലും ഇത്തരത്തിൽ ആരോപണം നേരിട്ടാണ്. ഏറ്റവും ഒടുവിൽ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂരിൽ നടന്ന പ്രതിഷേധത്തിൽ ചേർത്ത വകുപ്പുകൾ അത് കോടതിയിൽ തിരിച്ചടിയാവുന്നത് കണ്ടതാണ്. പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അല്ലെങ്കിൽ യുവജന സംഘടനകളുടെ പ്രവർത്തകർക്കെതിരായ കേസുകൾ പെരുപ്പിക്കാൻ വലിയ വകുപ്പുകൾ ചുമത്തുന്നു എന്ന ആരോപണം മുമ്പ് ഉയർന്നതാണ്. അത് ഒരിക്കൽ കൂടി ശരിവെക്കുന്നതാണ്
ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ, ഇതിലെ വ്യോമയാന വകുപ്പുകളൊക്കെ പിന്നീട് ഈ സർക്കാർ വരുമ്പോൾ ഒഴിവാക്കി അത് കോടതി ശരിവെക്കുകയും ചെയ്തു. അതിനും അപ്പുറത്തേക്ക് അന്ന് പരിശോധിക്കപ്പെടാതെ പോയത്, അല്ലെങ്കിൽ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ച പരാതി എവിടെയും അന്വേഷണമോ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കുകയോ ചെയ്യാതിരുന്ന പോലീസ് നടപടി കൂടി, അല്ലെങ്കിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ നടപടിയെ കൂടി ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ കോടതി വിധി. ഉറപ്പായിട്ടും ഗൂഗിൾ, കാരണം നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീണ ജോർജുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും ആലപ്പുഴയിൽ നവകേരള യാത്രക്കിടയിൽ ഉണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച സംഭവമാണെങ്കിലും ഏറ്റവും ഒടുവിൽ വിമാനത്തിലെ പ്രതിഷേധം, ആ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇ.പി. ജയരാജൻ കയ്യേറ്റം ചെയ്തിരുന്ന കേസാണെങ്കിലും ഈ മൂന്ന് കേസും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള, രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള കേസുകളാണ്. മാത്രവുമല്ല ഈ കേസുകൾ മറ്റൊരു സർക്കാർ അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം അത് നമുക്കറിയാം. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകരടക്കം സർക്കാർ ഏകപക്ഷീയമായി കേസ് അന്വേഷിക്കുന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ കോടതിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളിലാണ് ഇത് വളരെ നിർണായകമായി മാറുക. പ്രത്യേകിച്ച് ഇ.പി. ജയരാജന്റെ പങ്ക് തള്ളിക്കളയാനാവില്ല എന്ന് കോടതി പറയുമ്പോൾ സ്വാഭാവികമായും ആ കേസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ കേസിൽ അന്ന് നടത്തിയിട്ടുള്ള അന്വേഷണം അത് കാര്യക്ഷമമല്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് കൂടി കോടതി എത്തുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഏതായാലും ആ രീതിയിൽ അങ്ങനെ ഒരു വിവക്ഷ അക്കാര്യത്തിൽ, രാഷ്ട്രീയ വിവക്ഷ കൂടി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.